നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ നെല്ലൂരിൽ ലോഡുമായിട്ട് വന്നായിരുന്നു. പലചരക്ക് സാധനങ്ങളാണ് നമ്മൾ കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് നേരെ റിലയൻസിൻ്റെ സൂപ്പർ സ്റ്റോറിലോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മളെ വണ്ടി ഇതുകൊണ്ട് ഇവിടെ കയറ്റിയിട്ടിരിക്കുന്നു. നമ്മൾ 2 സ്ഥലത്ത് ഇറക്കാനുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഒരു സ്ഥലത്ത് കുറച്ചിറക്കി, ബാക്കി ഇതുകൊണ്ട് ഇവിടെ ഇറക്കാൻ വേണ്ടി ഇതുകൊണ്ട് ഈ ഒരു മൂലയിലോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ് വണ്ടി. ഇതാണ് നെല്ലൂർ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് പറയട്ടെ. അതായത് ഞങ്ങൾ ഇന്നലെ രാവിലെ വന്നതാണ്. രാവിലെ ഒരു ഏകദേശം ഒരു 6 മണിക്കൊക്കെ നമ്മൾ നെല്ലൂരെത്തി. ഇപ്പോൾ സമയം രാത്രി 10 മണിയാവാൻ പോകുന്നു കേട്ടോ. ഇതുവരെ ഇറക്കി കഴിഞ്ഞില്ല. 2 സ്ഥലത്ത് ഇറക്കിയപ്പോൾ തന്നെ ഒരു ദിവസം പോയി. കാരണം ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നമ്പറൊക്കെ നോക്കി ഒക്കെ ഇവർ ഇറക്കത്തുള്ളൂ. ഒരുപാട് ടൈം എടുക്കും. ചുമ്മാ വലിച്ച് താഴ്ത്തിടുന്ന പരിപാടിയല്ല. എല്ലാം നമ്പറൊക്കെ നോക്കി ബില്ലൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഇടുക്കിലും മുടുക്കിലൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി 10 മണിക്ക് ശേഷം ഇവിടുന്ന് നമുക്ക് സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ സിറ്റികളിൽ ലോറി ഒരു ടൈമുണ്ട്. അതായത് വൈകിട്ട് 5 മണി തൊട്ട് 10 മണി വരെ ഇവിടുന്ന് പുറത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. പുറത്തോട്ട് മീൻസ് ടൗണിലോട്ട് ലോറി അലൗഡ് അല്ല. അപ്പോൾ ഇനി 10 മണിക്ക് ശേഷം നമ്മൾ ഇറങ്ങത്തുള്ളൂ. ഇതുവരെ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ലോഡ് ഇറക്കാൻ വേണ്ടിയാണ് നമ്മൾ ചിലവാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ലോഡ് ഇറക്കിയിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശ്രീ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ്ടോ. ശ്രീ സിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ശ്രീ സിറ്റി എന്ന് പറയുന്നത്. ആന്ധ്ര തമിഴ്നാട് ബോർഡർ ആണോ. നമ്മൾ കഴിഞ്ഞ ദിവസം 90 കിലോമീറ്റർ ഓടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ നിന്നാണ് നമുക്ക് ലോഡ് കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇഷ്ടംപോലെ ലോഡ് കിട്ടും. എങ്ങോട്ടാണ് ലോഡ് ഒന്നും കൺഫേം ആയിട്ടില്ല. നമ്മൾ ബുക്ക് ചെയ്യും എങ്ങോട്ടാന്ന്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ഒരു മരത്തണൽ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. സമയം എന്ന് പറയുന്നത് ഒരു 11 മണി ആവാറായി. 10:45 കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ഒതുക്കിയതാണ്. ഒതുക്കിയ വേറെ ഒന്നും കൊണ്ടല്ല, ലോഡ് എങ്ങോട്ടാന്ന് കൺഫേം ആയതിനു ശേഷം പോകാൻ വേണ്ടിയാണ്. മെയിനായിട്ട് ഇവിടെ ഒതുക്കിയ വെച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര വെയിലായത് കാരണം കൊണ്ട് ഇവിടെ ഒരു മരത്തിൻ്റെ ഗുണം കണ്ടോ. ഈ മരം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഇച്ചിരി തണലും ഒരു കാറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി. ഇനി കൺഫേം ആകുമ്പോൾ പോകാൻ വെച്ചു. വണ്ടി ഒതുക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് കണ്ടേ, ഇതുപോലത്തെ 2 പേര് വന്ന് ഇങ്ങനെ കിടക്കും കണ്ടോ. 2 ആളും അടിയിൽ വന്ന് കിടക്കുവാണ്. ഇവരടിയിൽ വന്ന് കിടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല കണ്ടോ. ടയറിൻ്റെ ഒക്കെ അടുത്താണ് ഈ കുട്ടിക്കുറുമ്പൻ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങ് വണ്ടി അങ്ങ് കയറി സ്റ്റാർട്ട് ചെയ്തങ്ങ് എടുക്കും. അപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. വണ്ടി എടുക്കുന്ന സമയത്ത് അടിയിൽ ആരെങ്കിലുമൊക്കെ കാണും. അപ്പം അത് ഓക്കെ. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം എടുക്കുമ്പോൾ ഇവന്മാരെ ഓടിച്ച് വിടാട്ടോ. തണൽ വരുമ്പോൾ അവരങ്ങ് ഇരിക്കുന്നതാണ്. ഇവിടെ തണലുണ്ടായാലും ഇവർക്ക് വണ്ടിയുടെ അടിയിലാണ് ഇരിക്കാൻ. വണ്ടിയുടെ ടയർ കാണുമ്പോൾ പട്ടികൾക്ക് പ്രത്യേക ഒരു സ്വഭാവം ഉണ്ട് അല്ലേ. വണ്ടിയുടെ ടയർ ഉണ്ടെങ്കിൽ അപ്പോഴേ വന്ന് മൂത്രം ഒഴിക്കും. അതെന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്തിനാണ്? ടയറിലോ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഈ ടയറിൽ മൂത്രം ഒഴിക്കുന്നത്. അതറിയാവുന്നൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ. പട്ടികളെല്ലാം നമ്മൾ ബൈക്ക് എവിടെ കൊണ്ടുവച്ചാലും കാറ് കൊണ്ടുവച്ചാലും ഒക്കെ ആ ഒരു പരിപാടിയുണ്ട്. പിന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ള വെച്ചാൽ നമുക്ക് വണ്ടിയിൽ കുറച്ച് ചെറിയ വർക്കുകളുണ്ട്. സബർബൻ പോകുന്നുണ്ടല്ലേ. സബർബൻ അല്ല, അത് മെമു ആണ് പോകുന്നത്. മെമു ട്രെയിൻ അപ്പുറത്ത് റെയിൽവേ ട്രാക്ക് കാണാം കേട്ടോ. മെമു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിലെ കൂടെ പോകത്തില്ല. തിരുപ്പതിക്ക് മെമു ഉണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ പണി എന്ന് പറയുന്നത് നമുക്ക് വണ്ടിക്ക് ഗ്രീസ് അടിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വണ്ടിയുടെ ടയർ ഒരു സൈഡ് വെട്ടി തേയുന്നുണ്ട് കേട്ടോ. ടയർ തിരിച്ചിടാനുള്ള സമയമായി കഴിഞ്ഞു, അതിക്രമിച്ചു എന്നാണ് പറയാം. അപ്പോൾ ടയർ തിരിച്ചിടണം. അതൊക്കെ ഇനി അവർ ഓണടുത്ത് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ ടൂൾ ബോക്സിൽ മൊത്തം പാത്രങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇന്നേ വരെ അത് ഉപയോഗിക്കാനോ ഗ്യാസും ഇതുവരെ വാങ്ങിച്ചില്ല കേട്ടോ. നമ്മളിന്ന് ഹൈദരാബാദിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ പോകാൻ പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ഡെലിവറി നമ്മൾ നടത്തിയായിരുന്നല്ലോ. അപ്പോൾ ആ 2 ഡെലിവറി നടത്തിയതിൻ്റെ POD കൊടുക്കണം. POD എന്ന് വെച്ചാൽ പ്രൂഫ് ഓഫ് ഡെലിവറി. നമ്മൾ ഡെലിവറി ചെയ്തതിൻ്റെ പ്രൂഫായിട്ടുള്ളൊരു പേപ്പർ ഉണ്ടല്ലോ. അത് നമ്മളിപ്പോൾ ഓൺലൈനിലാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ഏജൻസികൾ പല സ്ഥലങ്ങളിൽ കാണും, പല ലൊക്കേഷനിൽ. അവിടെ കൊണ്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് അവർ പെൻഡിങ് ഇട്ടിട്ടുണ്ടാവും. അത് കൊടുത്താലേ നമുക്ക് ബാക്കി പൈസ നമ്മൾ അക്കൗണ്ടിലോട്ട് തരത്തുള്ളൂ കേട്ടോ. നമ്മൾ ആ ഡെലിവറി ചെയ്തതിൻ്റെ ചാർജിൻ്റെ അകത്ത് ഒരു 1000-1500 രൂപ അവർ പിടിച്ചു വെച്ചേക്കും. അപ്പോൾ നമ്മൾ ഈ POD കൊടുക്കുമ്പോൾ അവർ നമുക്കത് തിരിച്ചു തരും. അത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. ഒരു 5 കിലോമീറ്റർ ഇപ്പുറത്ത് ഇവിടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഈ FR8-ൻ്റെ
അപ്പം അതുകൊണ്ട് കൊടുത്തതിന് ശേഷമേ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി പോകത്തുള്ളൂ. അപ്പോൾ ലോഡ് പറഞ്ഞിട്ടുണ്ട് ശ്രീ സിറ്റി ടു ഹൈദരാബാദ്, നല്ല ദൂരമുണ്ട്. നമ്മൾ ഇനി നാളെ എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ POD കൊടുക്കാം. നമ്മളെ ബ്രോക്കർ മുഖാന്തരം ലോഡ് എടുത്താലും ഈ POD കൊടുക്കണം നമ്മൾ. അത് അവരെ ഓഫീസിലോട്ട് നമ്മൾ ചിലപ്പോൾ കൊറിയർ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത് FR8 എന്നുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മളിതാ ഇപ്പുറത്ത് കാണുന്നതാണ് ശ്രീ സിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. നമ്മളിപ്പോൾ അതിനകത്തോട്ട് കയറുന്നില്ല. നമ്മളിവിടുന്ന് U-turn അടിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ POD കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ U-turn അടിക്കുക. ഇവിടെ പോയിട്ട് കൊടുത്തിട്ട് വരാം. ഇവിടെയാണ് അതിൻ്റെ ഓഫീസ്. പ്രൂഫ് ഓഫ് ഡെലിവറി കൊടുത്തു, അതിനുശേഷം അവരൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് നമ്മൾ അയച്ചു കൊടുത്താൽ മതി വാട്സാപ്പിൽ. ഓക്കെയാണ്. ഇത് ഒരു ടൂൾ കടയാട്ടോ. അവർ ടൂൾ കടയായിട്ട് ടൈപ്പ് ആയിരിക്കും. ഓരോ സ്ഥലങ്ങളിൽ ഓരോ കടയിൽ അവർ പറഞ്ഞു വെച്ചിരിക്കും. അവിടെ നമ്മൾ കൊണ്ടു കൊടുത്താൽ അവർ തന്നെ നമുക്ക് ലൊക്കേഷൻ അയച്ചു തരും. നമ്മൾ ആ ലൊക്കേഷൻ നോക്കി പോയാൽ ഇതാണ് POD. നമുക്കിത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. നല്ല ചൂട് കാരണം നമ്മളൊരു മുസമ്പി കുടിക്കാമെന്ന് വെച്ചേട്ടോ. വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ട്. आपका नाम? अब्दुल सलाम. कहाँ से आया? UP से. हाँ ठीक है. UP से किधर? लखनऊ. ഓക്കെ. അപ്പോൾ പുള്ളി ഇവിടെ കച്ചവടം നടത്തുന്നതാണ് കേട്ടോ. നമ്മൾ കിतना है एक ग्लास? 30 रुपया. 30 രൂപ. ചൂടിന് പറ്റിയ സാധനമാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഇത് കുടിക്കാറുണ്ട്. ഇത് കരിമ്പിൻ ജ്യൂസ്. അധികവും നമ്മൾ മിനറൽ വാട്ടറാണ്. ഒരു ദിവസം മിനിമം 5 ലിറ്റർ മിനറൽ വാട്ടർ വാങ്ങിക്കുന്നുണ്ട്. അതിന് തന്നെ ഡെയിലി 100 രൂപ വേണം. പക്ഷെ വേറെ വെള്ളമൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ മിനറൽ വാട്ടറാണ് അധികം കുടിക്കുന്നത്. അധികമല്ല, എപ്പോഴും മിനറൽ വാട്ടറാണ് കുടിക്കുന്നത്. പിന്നെ ചില പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളം കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ അതും കുടിക്കാറുണ്ട്. ഇതുപോലെ കൈ വെച്ച് ചെയ്യുന്നിടത്ത് വന്ന് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷും കിട്ടും. അധികം വെള്ളമൊന്നും ചേർക്കത്തില്ല. ചില കടകളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വെള്ളമൊക്കെ ചേർക്കും. അല്ല, നിനക്ക് തോന്നിയില്ലായിരുന്നോ? നമ്മൾ മിനിഞ്ഞാന്ന് കുടിച്ചത് ഫുള്ള് വെള്ളമായിരുന്നു. കടകളിലൊക്കെ പോയപ്പോ ഒത്തിരി വെള്ളം ചേർക്കും. റോഡ് സൈഡിൽ വിൽക്കുന്ന നല്ല ഫുള്ള് ജ്യൂസ് തന്നെ. അതെ അതെ, നല്ല ജ്യൂസ് ആയിരുന്നു. നോക്കിയാ രാവിലെ ഒരു 11 മണി ആയപ്പോഴുള്ള വെയിൽ കണ്ടോ. ഈ സമയത്ത് ലോറി ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഈ വെയിലൊന്ന് പോയി കിട്ടിയ വായു ഉച്ച കഴിഞ്ഞാൽ മതിയായിരുന്നു തോന്നും. ഈ ഉച്ചക്കൊക്കെ പോയി അവിടെ കാത്തട്ടി കിടക്കുന്നൊക്കെ ഭയങ്കര പാടാണ്. നല്ല മൊത്തം ഹാൻഡ് മെയ്ഡാണ്. ആ വാങ്ങിച്ചോ വാങ്ങിച്ചോ. കുടിച്ചിട്ട് അഭിപ്രായം പറയണം. ഐസ് മാത്രമേ ഉള്ളൂ, വേറെ അല്ലാതെ എക്സ്ട്രാ വെള്ളം ചേർത്തില്ല. ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി അല്ലേ? വെള്ളമായിരുന്നു. മിനിഞ്ഞാന്ന് ഞങ്ങൾ കുടിച്ചപ്പോൾ ഭയങ്കര വെള്ളമായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞങ്ങൾ അതിന് മുമ്പൊക്കെ കുടിച്ചോണ്ട്. അപ്പോൾ ഇതെന്തായാലും കുടിക്കാട്ടോ, ചൂടത്തൊരു ആശ്വാസം കിട്ടുമല്ലോ. അടിപൊളി സാധനം. അതിന്റെ ഒരു മണം ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് 40 രൂപയായിരുന്നു കടയിൽ നിന്ന്. ഇത് 30 രൂപ. അപ്പം എന്തായാലും കുടിച്ചിട്ട് നമുക്ക് വീണ്ടും ശ്രീ സിറ്റിയിലോട്ടാണ് പോകേണ്ടത്. ഇപ്പം കൺഫേം ചെയ്തില്ല, ഇപ്പം കൺഫേം ചെയ്യും ലോഡ്. ഹൈദരാബാദ് പറഞ്ഞു. ഇപ്പം എന്തായാലും കുടിക്കാം. നമ്മൾ നേരത്തെ മരത്തിൻ്റെ അടുത്ത് നിന്നില്ലേ നമ്മൾ വീഡിയോ തുടങ്ങിയേ, അവിടെ പോയിട്ട് ആയിരിക്കും മിക്കവാറും നമ്മൾ U-turn അടിക്കേണ്ട. അതിൻ്റെ അപ്പുറത്തുനിന്ന് കുറേ കിലോമീറ്റർ ഇങ്ങനെ പോകും. നമ്മളങ്ങനെ ലോഡ് കയറ്റാൻ വന്നിരിക്കുകയാണ്. ലോഡ് കയറ്റാൻ വന്നിട്ടതുകൊണ്ട് നമ്മൾ വണ്ടി ഫുൾ ലോഡ് കയറ്റി കേട്ടോ. ഇവിടെ ഫാക്ടറിക്കകത്താണ്. അപ്പോൾ നമ്മളിനി ലോഡ് കയറ്റിയിട്ട് ഹൈദരാബാദ് പോകാൻ ബില്ലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബില്ലൊക്കെ കിട്ടാൻ കുറച്ച് താമസമൊക്കെ ഉണ്ട്. അതങ്ങനെയാണ്. അപ്പം വെയിറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ലോഡൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ഹൈദരാബാദൊക്കെ. അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബില്ല് കിട്ടി എക്സിറ്റ് ആയെന്നേ ഉള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹൈവേ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്തുള്ള പ്രൈവറ്റ് റോഡാണ് കേട്ടോ. ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കും. ഇവിടെ നമ്മൾ ഹൈവേയിലോട്ട് എത്താൻ തന്നെ 8 കിലോമീറ്റർ എടുക്കും. ഫുൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് നമ്മുടെ വണ്ടിക്കകത്തുള്ള ലോഡെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമ്മളിനി നേരെ ഇവിടെ നിന്ന് പുറത്തോട്ട് ചാടുന്നു. ഇവിടെയൊക്കെ സൂപ്പറാണ്. പല പല കമ്പനികളുണ്ട്. പല പല കമ്പനികളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ അധികവും കണ്ടെയ്നർ വണ്ടിക്കാണ് ഇവിടെയൊക്കെ ലോഡ് കിട്ടുന്നത്. ഓപ്പൺ ബോഡിക്ക് ഇവിടെ ലോഡില്ല. പക്ഷേ കണ്ടെയ്നർ വണ്ടി ഉള്ള ഒരാൾക്ക് ഇവിടെ എപ്പോൾ വന്നാലും ലോഡ് കിട്ടും കേട്ടോ. അത്രയ്ക്ക് 24 hours ഇങ്ങനെ ലോറി ഇങ്ങനെ
പോയിക്കൊണ്ടേയിരിക്കും. ലോഡ് എടുക്കുക പോവുക, ലോഡ് എടുക്കുക പോവുക എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഏരിയ ആണ്, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ ശ്രീ സിറ്റി എന്ന് പറയുന്നത്. 96 രൂപ 83 പൈസയാണ് കേട്ടോ ഇവിടുത്തെ ഡീസലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ റേറ്റ് കൂടുതലാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. നമ്മളിതാ ലോഡ് എടുത്ത ഉടനെ വന്നു ഡീസൽ അടിക്കാൻ വേണ്ടി. ഡീസലാണ് ആദ്യം. എന്നിട്ട് ഇവിടെ പെട്രോൾ പമ്പിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ രാത്രി ഓടിയാലേ സുഖമുള്ളൂ. കാരണം എന്തായാലും ഇന്ന് അത്യാവശ്യം നല്ല ദൂരം ഓടിക്കേണ്ടി വരും, ഒരു 2-3 മണിയിലൊക്കെ ഓടിക്കേണ്ടി വരും രാത്രി. അപ്പോൾ അതുകൊണ്ടൊന്ന് ഫ്രഷ് ആയിട്ട് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്ത് എണ്ണ അടിച്ചിട്ട് പാർക്ക് ചെയ്തിട്ട് വേണം പോയി കുളിക്കാൻ. ഞങ്ങൾ ശ്രദ്ധിച്ചു വെച്ചാൽ ആന്ധ്രയിലുള്ള പെട്രോൾ പമ്പിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതുവരെ വന്നത് വെച്ച് നോക്കുമ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് തോന്നിയത്. ഇതൊരു വലിയ പമ്പാണ്, നല്ല സ്പേസ് ഉള്ള പമ്പാണ്. എന്തായാലും നമുക്ക് പോയി കുളിച്ചിട്ടൊക്കെ വരാം. അപ്പം പമ്പിൽ കുളിക്കുന്നതൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതുവരെ ആ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെ കുളിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ കുളിക്കാം, പക്ഷേ ഇവിടുത്തെ വെള്ളം അത്ര പോരാ കേട്ടോ. വെള്ളം വളരെ കട്ടിയാണ്, ഭയങ്കര കട്ടി വെള്ളമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ പമ്പിൻ്റെ ബാക്ക് സൈഡിലുണ്ടോ, ബാക്ക് സൈഡിൽ അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നത് ലേഡീസ് ടോയ്ലറ്റാണ്, ഇപ്പുറത്ത് ജെൻസ് ടോയ്ലറ്റ്. അപ്പോൾ ഇനി പോയി കുളിച്ച് വന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ. നേരെ പോയി കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഗ്ലാസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ഗ്ലാസ് ക്ലീൻ ചെയ്യണം. നീ ആ വൈപ്പറിൻ്റെ തുറക്കുക, അതിനകത്ത് വെള്ളം ഒഴിക്കുക. വൈപ്പറിൻ്റെ വെള്ളം കുറവാണ്. ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ വൈപ്പറിൻ്റെ വരുന്നത്. അതൊന്ന് തുറന്നേടി. കറക്റ്റ് ഇത് ജസ്റ്റ് ഇതൊന്നിങ്ങനെ പിടിച്ചോ. കറക്റ്റ് 1 ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത്. കറക്റ്റ് 1 ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളും കേട്ടോ. ഇവിടെ ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ ഒരു ലോങ് യാത്ര പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളവും കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ടയർ പ്രഷർ എല്ലാം ഒന്ന് നോക്കി. അതൊക്കെയാണ് നമ്മളെ എവിടെ വീണോ. അപ്പോൾ വെള്ളമെല്ലാം നോക്കി ബാക്കിയൊക്കെ ഓക്കെയാണ്. ഒരു കുപ്പി കൂടെ വെള്ളം പിടിച്ചേക്കാം. രാത്രിയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം വേണം. അപ്പോൾ ആദ്യം പോയി ഒരു കുപ്പി കൂടെ വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ട് യാത്ര തുടങ്ങാം. അപ്പോൾ ഇനിയൊരു ലോങ് യാത്രയാണ് നമ്മൾ പോകാൻ പോകുന്നത്, ടു ഹൈദരാബാദ്. എന്താ പറയുക എന്ന് പറയുക, നമ്മൾ ഒറ്റയടിക്ക് നേരെ ഹൈദരാബാദൊന്നും പോകത്തില്ല. മൈക്കൊക്കെ കണക്കാണല്ലോ അല്ലേ. ഒറ്റയടിക്ക് നേരെ ഹൈദരാബാദൊന്നും പോകത്തില്ല. നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒതുക്കി കിടന്നുറങ്ങും. കാരണം ഇത് എമർജൻസി പെരിഷബിൾ ഗുഡ്സ് ഒന്നും അല്ലല്ലോ, പെട്ടെന്ന് അവിടെ എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എമർജൻസി എക്സ്പ്രസ് ലോഡും അല്ല, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പയ്യെ പോയാൽ മതി. എന്നാലും നമുക്ക് പറ്റുന്നത്ര ടൈമിൽ നമ്മൾ അവിടെ എത്തിക്കുക. നമ്മൾ എത്തിച്ചെയ്യാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഗുണം. കാരണം എന്താ പറയുക, നമുക്ക് തിരിച്ച് അടുത്ത ലോഡ് എടുക്കാമല്ലോ. ഇപ്പോൾ വണ്ടിക്ക് വെറുതെ വണ്ടി അവിടെ കിടക്കണ്ടല്ലോ, ആ ഒരു ഗുണമേ ഉള്ളൂ. വെറുതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദിവസം പോവും, വണ്ടിയും വെറുതെ ഒരു ദിവസം കിടക്കും. ഇപ്പം നാളെ നേരത്തെ നേരത്തെ എന്ന് പറയുമ്പോൾ നാളെ വൈകിട്ടാവും എന്തായാലും. ഇത്ര 600 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് കുറച്ചല്ലേ ഓടത്തുള്ളൂ. നാളെ പകല് വെളുപ്പിന് എണീച്ച് ഓടും. രാവിലെ നല്ല സുഖമാണ് ഓടിക്കാൻ. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു 5 മണി സമയത്തൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാണല്ലോ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഇനി നമ്മളെ പരിപാടി കുറച്ച് ദൂരം ഓടിച്ചിട്ട് എവിടെയെങ്കിലും പോയി കഴിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട് നമുക്ക്. നമ്മൾ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുമ്പോഴേ നമ്മൾ കാരണമാണ് സാധനം അവിടെ എത്തിയത്. ഇപ്പോൾ ഓരോ എന്താ പറയുക, കഴിഞ്ഞ ദിവസം നമ്മൾ റിലയൻസിൻ്റെ കുറേ ഗുഡ്സൊക്കെ കൊടുത്തില്ലേ, വീട്ടു സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ എത്തുക നമ്മൾ കാരണം സൊസൈറ്റിക്ക് ഒരു ഗുണമുണ്ടായി എന്നൊക്കെയുള്ളൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അത് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമുക്ക് നമ്മളല്ലാത്തപ്പോ ഇതിനെപ്പറ്റി ചിന്തിക്കത്തേ ഇല്ലല്ലേ. ഇത്രയും വലിയ സംഭവമാണ് ലോറികള്. ഇതൊന്നും നിന്ന് പോയാൽ തീർന്ന്. സത്യം പറയാൻ നമ്മൾ പറയത്തില്ലേ നോബൽ പ്രൊഫഷൻ എന്നൊക്കെ പറയത്തില്ലേ, ആ കാറ്റഗറിയിൽ പെടുത്തേണ്ട ഒരു പ്രൊഫഷൻ തന്നെയാണിത്. കാരണം ഇത് ജനങ്ങൾക്ക് എന്തുമാത്രം ഗുണം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിലേക്ക് ഒന്നുമില്ല, എല്ലാ കാര്യവും ഉണ്ടാക്കിയാൽ മാത്രം അതെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടേ കാര്യമുള്ളൂ. അരി അവിടെ കൃഷി ചെയ്ത് പത്തായത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് ഓരോ ജനങ്ങളിലോട്ടും ആൾക്കാരിലോട്ട് എത്തണ്ടേ. അപ്പൊ അത് എത്തിക്കാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാർ രാവും പകലും കറക്റ്റ് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു ഫീൽഡ് 24 hours വർക്കിംഗ് ആണ്. ഇപ്പൊ ഞങ്ങളും അതുപോലെ തന്നെയാണ്. നമ്മൾ 24 hours ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ 8 മണിക്കൂറോ 10 മണിക്കൂറോ ഒന്നുമല്ല. അപ്പൊ ഇതിനെ ഒരു നല്ലൊരു പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ജോലിയാണ്. സമൂഹത്തിൽ നിന്ന് ഒരു റെസ്പെക്ട് കിട്ടേണ്ട ഒരു ജോലിയാണ്. പക്ഷെ അത് കിട്ടുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാട്ടോ. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ
മറ്റുള്ളവർ നമ്മളോടുള്ളൊരു ബിഹേവിയർ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റിമാർ നമ്മളോടൊക്കെ ബിഹേവ് ചെയ്യുന്നത് വളരെ മോശമായിട്ട് നമുക്കത് വലിയ സുഖം തോന്നത്തില്ല. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കത് പേഴ്സണലായിട്ട് ഫീൽ ഉണ്ട്. ചിലർ നമ്മൾ കാണുന്ന നമ്മളെ ഇപ്പോൾ ഒരു ബില്ലൊക്കെ ചോദിക്കാൻ പോയി അവിടെ നില്ലേ വെയിറ്റ് ചെയ്യും, നമ്മളങ്ങ് വെയിറ്റ് ചെയ്യിപ്പിക്കുക. അവരെ കമ്പനിയുടെ സാധനത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്, മനസ്സിലായില്ലേ? നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ എവിടെയെങ്കിലും ഇട്ടാലും അവര് ആ ഒരു രീതിയില്. അതേപോലെ ഗവൺമെന്റും നമുക്ക് ഈ വണ്ടി ഓടിക്കുന്നവർക്കൊരു ഇത് കൊടുക്കണം, കുറെ നല്ല ആനുകൂല്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. കാരണം അവർ ഈ സൊസൈറ്റിക്ക് വേണ്ടി ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അതൊന്നും കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. ഞാൻ പിന്നെ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്താ ഒരുമാതിരി സംസാരിച്ചാൽ പെരുമാറാൻ ഞാനും ആ രീതിയിലങ്ങ് പെരുമാറും, അത്രേ ഉള്ളൂ. അല്ല നമ്മൾ ആരുടെ അടുത്തും താണു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി എടുത്ത് നമ്മൾ എന്ത് താണു കൊടുക്കേണ്ടത്? സെക്യൂരിറ്റിയുടെ വിചാരം ആ കമ്പനിയിലെ CEO ആണ്, ഈ കമ്പനി മൊത്തം നടക്കുന്നത് സെക്യൂരിറ്റി ആണെന്നാണ് സെക്യൂരിറ്റിയുടെ. ഞാനിത് എന്താ പറയുക, ആരെ കുറ്റം പറയുന്നില്ല കേട്ടോ. ഇവിടെ പലയിടത്തും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ ഇങ്ങനത്തെ പറയുന്നുള്ളൂ. അല്ലാതെ എനിക്കിപ്പം ഇല്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയുന്നില്ല. അങ്ങനെ നടക്കുന്നുണ്ട്. അത് യഥാർത്ഥ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ സംഭവങ്ങളൊക്കെ. പലരും നേരിട്ടുണ്ടാവും. പിന്നെ നല്ല കഷ്ടപ്പാടുള്ള പണി തന്നെ. നല്ല കഷ്ടപ്പാടുണ്ട്, നല്ല ക്ഷമ വേണം, പിന്നെന്താ പറയാ, എല്ലാം വേണം. നമ്മള് ആ രീതിയിൽ നിൽക്കണം, അതായത് പറഞ്ഞാൽ നിൽക്കണം. ഈ പണി എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഈ പണിയോട് ഇഷ്ടപ്പെട്ട ഈ എന്താ പറയാ, ഈ വളയം എന്ന് പറയത്തില്ലേ, ഈ വണ്ടിയോടും ഡ്രൈവിങ്ങിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നൊരു പണിയല്ല. എനിക്ക് പേഴ്സണലി എനിക്ക് വണ്ടി ഓടിക്കുമ്പം വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ നമ്മൾ ചെറുപ്പത്തിൽ തീപ്പെട്ടി വെച്ച് ടിപ്പർ ഉണ്ടാക്കുന്ന കാലം തൊട്ടേ വണ്ടി ഇഷ്ടമാണ്. നിനക്കും അങ്ങനെയല്ലേ? നമുക്ക് ആദ്യം വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചേട്ടന്മാരായതുകൊണ്ട് ചേച്ചി അനിയത്തി അങ്ങനൊന്നും ഇല്ലാതെ മൊത്തം ചേട്ടന്മാരായതുകൊണ്ട് ഞാനും കളിക്കുന്ന ഇതുപോലത്തെ വണ്ടി അങ്ങനത്തെ കളിപ്പാട്ടം വെച്ചിട്ടുള്ള കളികളൊക്കെ ആയിരുന്നു. അപ്പൊ ഇതിനെ ഒരു നല്ലൊരു പ്രൊഫഷനായിട്ട് അംഗീകരിച്ചാൽ മതിയായിരുന്നു. ആൾക്കാർ ആ രീതിയിൽ പെരുമാറണമെന്നേ എൻ്റെ ഒരു ആഗ്രഹമുള്ളൂ. ഈ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കൂടുതലൊക്കെ ശമ്പളം വണ്ടി ഓടിക്കുന്നവർക്കുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള പണിയുണ്ട്, അല്ലേ? അതിന് മനസ്സിലായില്ലേ? ഇപ്പൊ വന്നപ്പോ നല്ല പണിയുണ്ട്, നല്ല പാടുള്ള പണിയൊക്കെയാണ് കേട്ടോ. ഇത് ലോങ് പോവാണേലും അത്ര ഇതില്ലെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ ഇപ്പൊ സത്യം പറയാം, നമ്മൾ ഈ ഓടുന്ന ഓട്ടം ഉണ്ടല്ലോ, ഈ ഓട്ടം ഭയങ്കര ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടം ഡിഫിക്കൽട്ടാണ്. മുതലാളിക്ക് ചിലപ്പോൾ ലാഭമായിരിക്കും, പക്ഷെ ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഓരോ കമ്പനി പോയി വെയിറ്റ് ചെയ്യുക. കയറ്റാൻ ഒരു ദിവസം വെയിറ്റിംഗ്, ഇറക്കാൻ ഒരു ദിവസം വെയിറ്റിംഗ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ഓട്ടം ആണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ട് നേരെ കൽക്കട്ട ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സുഖമാണ്, വിട്ടു പോകുന്ന സുഖമാണ്. ഡെയിലി വണ്ടി ഓടിക്കുക, എവിടെ റെസ്റ്റ് എടുക്കുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അവിടെ ഇറക്കുന്ന ഒരു 1-2 ദിവസത്തെ കാര്യമുള്ളൂ. പക്ഷേ ഇത് ഓരോ ട്രിപ്പിനും വണ്ടി ഓടുന്ന ഒരു ദിവസവും 2 ദിവസം വെയിറ്റിംഗ് ആണ്. ഈ വെയിറ്റിംഗ് ആണ് ബുദ്ധിമുട്ടുള്ള പരിപാടി. വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി. നല്ല രസമാണ് വണ്ടി ഓടിച്ചു. നമുക്ക് വണ്ടി ഓടിക്കുന്ന ഇഷ്ടമായിട്ടാണല്ലോ നമ്മൾ പിന്നെ ചെറിയ ഇടക്കും മുടുക്കിലൊക്കെ കൊണ്ടുപോയി വണ്ടി ഇട്ട് കൊടുക്കലും കയറ്റലും ഇറക്കലും ഒക്കെയാണ് പാട്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് വേറെ ഇൻഫർമേഷൻ കൂടെ പറഞ്ഞുതരാം. വണ്ടി ഓടി എത്ര രൂപ കിട്ടുമെന്ന് ചിലർക്ക് അറിയണ്ടേ. അതായത് നമ്മളെ ഈ സൈറ്റിലാണല്ലോ എടുക്കുന്നത് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളിപ്പോൾ പോകുന്ന ട്രിപ്പ് നമ്മളിപ്പം ശ്രീ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ചെന്നൈയിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ മാറിയിട്ടുള്ള ആന്ധ്ര ബോർഡറിലാണ് ഈ ശ്രീ സിറ്റി ഉള്ളത്. അപ്പോൾ ഈ ശ്രീ സിറ്റിയിൽ നിന്നാണ് നമുക്ക് പോകുന്നത്. ഇവിടെ ഏകദേശം 600 കിലോമീറ്ററാണ് ഹൈദരാബാദ്. അപ്പോൾ അതിൻ്റെ ഒരു ചാർജ് എന്ന് പറയുന്നത് 22,500 രൂപയാണ് നമ്മളെ ലോഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പം ഡീസൽ അടിച്ചു, ടോളും ചെയ്തു. ഡീസൽ 9,500 രൂപയുടെ ഡീസൽ, 2,000 രൂപയുടെ ടോള്. അപ്പോൾ അത് കഴിച്ച് ബാക്കി 11,000 രൂപ. 11,000 രൂപയാണ് ഇതിൻ്റെ കിട്ടുന്ന പൈസ. അത് 11,000 കിട്ടുന്നല്ല, അതിനകത്ത് ഡ്രൈവറിൻ്റെ ചിലവുണ്ട്, വണ്ടിയുടെ ഡിപ്രിസിയേഷൻ ഉണ്ട്. വണ്ടി ഓടിയാലും ഓടിയില്ലേലും വണ്ടിയിലുണ്ടാവുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അത് ഒരു 1,000 രൂപ. ചെറിയ 100 രൂപ അങ്ങനെയൊക്കെ ചെറിയ ടിപ്സ് ഒക്കെ കൊടുക്കുന്നത്, ചായ പൈസ, അതെല്ലാം കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. ബാക്കി ഈ 11,000 കുറച്ച് അല്ലാത്ത നമ്മളെ കണക്കിൽ, അതായത് ഡെയിലി എക്സ്പെൻസിൽ പെടാത്ത ചിലവുകളുണ്ടല്ലോ, ആ എക്സ്പെൻസ് ഡിപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കഴിയും. ടയർ തേയ്മാനം അതെല്ലാം കൂട്ടണം അതിനകത്ത്. അല്ല ടോളും ഡീസലും കഴിഞ്ഞ് ബാക്കി പൈസ ലാഭമാണെന്ന് വിചാരിക്കരുത്. ഡ്രൈവറിൻ്റെ കൂലിയും കഴിഞ്ഞ് ബാക്കി ലാഭമാണെന്ന് വിചാരിക്കരുത്. ബാക്കിയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഒക്കെ കുറച്ചിട്ട് ബാക്കി ലാഭവും കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ റേറ്റ് കേട്ടോ. ഇത്രയും ദൂരം പോകുന്നതിന് 22,500 നമുക്ക് കിട്ടുമെന്നല്ല, ഇത്ര ആണ് ഇതിൻ്റെ റേറ്റ്.
അതിൽ കൂടുതൽ കിട്ടും കേട്ടോ. നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ അവരുടെ കമ്മീഷനൊക്കെ പോവും. എന്നാലും ഡെയിലി ഓടുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കുക, വിശക്കുന്നു. വേറൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഈ കമ്പനികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു കട പോലും കാണത്തില്ല. ഈ ഇടത്തൂടെ പോകുമ്പോഴുള്ളത് നോക്കിക്കൊണ്ടോ, ഇടത്തൂടെ നമ്മൾ പോകണമെന്ന് പറയത്തില്ലേ. ഇപ്പോൾ ഈ വണ്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ വലതുകൂടെ പോയാലേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഒതുക്കുവാണ്. അല്ലാതെ ഞാൻ പറയുകയാണ്, ചില സ്കൂട്ടറുകൾ, ബൈക്കുകൾ എല്ലാം ചിലത് ഈ സൈഡിലെ കൂടെ പോകുമ്പോൾ നമുക്ക് ഈ ഇടത്തൂടെ പോകാൻ പറ്റത്തില്ല വലിയ വണ്ടിയിൽ. നമുക്ക് വെളിയിൽ നിന്ന് എളുപ്പം പറയാം. ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്ക് ഇട്ടപ്പോൾ ഫുള്ള് നെഗറ്റീവായിരുന്നു, ഞാൻ വലത്തൂടെ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട്. എല്ലാ സമയത്തും അത് പോസിബിൾ അല്ല. അത് ഈ കമൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ റോഡിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ, എനിക്ക് വലത് ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നില്ല, ബാക്കിലൊക്കെ വണ്ടി വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കിടക്കണം. അപ്പോൾ അത് റിയൽ ലൈഫിൽ ഫുൾ ടൈം ഇടത് പിടിച്ച് പോകണം, ശരിയാണ്. അത് നമ്മൾ 6 വരി പാതയാണെങ്കിൽ സുഖമാണ്. ഈ 4 വരി പാതയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ സിറ്റിയുടെ ഇടയിലൊക്കെ പോകുമ്പോൾ ഫുൾ ടൈം ഇടത് പിടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കുറച്ചൊക്കെ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ വലതും ഇടതൊക്കെ ആയിട്ടൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ നിലവിൽ. അതാണ് സത്യം. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പേടിച്ച് പോകേണ്ടി വരും. എപ്പോഴാണ് ബൈക്ക് ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കമന്റ് വന്നത് മറ്റേ മറ്റു സംസ്ഥാനങ്ങളിൽ പോകുന്നവരെ അവരെ പറ്റി കുറ്റം പറയുന്നത്, അങ്ങനെ കഴിഞ്ഞ വീഡിയോയിലൊന്നും അങ്ങനൊന്നും ഒരു കുറ്റം കുറ്റമല്ലല്ലോ പറയാം. നമ്മള് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വീട്ടിൽ കമന്റ് ചെയ്ത പോലെ നമ്മള് പ്രിപ്പയർ ചെയ്ത്, നമ്മൾ ചില വീഡിയോസ് ഒക്കെ നിങ്ങളുണ്ടായിരുന്നു, അവരൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ നടന്ന കാര്യങ്ങൾ ഞാൻ നോർമലായിട്ട് ഒരാൾ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളിവിടെ ഭയങ്കര പ്രൊഫഷണലായിട്ട് കണ്ണാടിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനത്തെ സംഭവം അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നോർമലായിട്ട് കാഷ്വലായിട്ട് സംസാരിച്ച് വീഡിയോ ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ആ രീതിയിൽ കുറച്ച് നെഗറ്റീവുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ആരോട്ട് അങ്ങനെ കുറ്റപ്പെടുത്തിയ ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ സംസ്ഥാനത്തും ഉള്ളൊരു അതേപോലെ ഞാൻ ചില ആൾക്കാർ വിചാരിക്കുന്നത്, നമ്മൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബർക്ക് അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് നമ്മളിപ്പം ഈ ലോറിയുടെ വീഡിയോ കൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. നമ്മൾ എത്ര വർഷമായി, ഏകദേശം 5-6 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിയത്തില്ല, അവരെ കുറ്റം മറ്റാരില്ല, അവർക്ക് അറിയത്തില്ല. അവർ വേറെ ലോറി വീഡിയോ ചെയ്യുന്ന ചാനൽ കണ്ടിട്ട് നമ്മൾ കോപ്പി അടിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ യൂട്യൂബ് മാത്രം നമുക്ക് പൈസ ഒക്കെ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ ട്രാവൽ വീഡിയോ ചെയ്യുമ്പോൾ. പക്ഷെ അതിനനുസരിച്ചുള്ള ചിലവായപ്പം നമ്മൾ കണ്ടെത്തിയൊരു മാർഗം മാത്രമല്ല, അല്ലാതെ നമ്മൾ കോപ്പി അടിക്കാനോ ഒന്നുമല്ല. നമ്മൾ ഇതിനു മുമ്പേയും വണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അറിയാത്ത പുതിയ സബ്സ്ക്രൈബർ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ കൂടുതൽ ഇങ്ങനെ സംസാരിച്ച് വളവളാക്കുന്നില്ല, ബോറാക്കുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും നിർത്തി ഭക്ഷണം കഴിക്കാം. ടോളെത്തിന്ന് തോന്നുന്നല്ലേ? ആണ്, ടോളെത്തിയതുകൊണ്ട് അവിടെ ഇത് എഴുതിയിട്ടുണ്ടല്ലോ. ഈ ടോൾ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. പല സ്ഥലത്തും ഇത് സ്കാൻ ആവുന്നില്ല, നടുക്ക് ഒട്ടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഈ സൈഡ് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഈ സൈഡ് പെട്ടെന്ന് സ്കാൻ ആവും. പലപ്പോഴും അവർ വന്നിട്ട് മറ്റേ സാധനം കുന്ത്രാണ്ടം വെച്ച് പ്രാവശ്യം ഓക്കെയാണ്. 9478 ഇപ്പോൾ ടോൾ കിട്ടി. GST കാരാന്ന് തോന്നുന്നു. GST അല്ല, മറ്റേ ഇലക്ഷൻകാരാണ്. ഇലക്ഷന് ഒന്നുമില്ല, അവർ വന്ന് ഫോട്ടോ എടുപ്പിക്കും നമ്മളെ. നമുക്ക് എവിടെയെങ്കിലും ഒതുക്കിയിട്ടേ. ഇവിടെ ഹോട്ടലുണ്ടല്ലോ, ചായ മാത്രമേ ഉള്ളൂ. ചായ മാത്രമേ ഉള്ളൂ അല്ലേ? അത് ഹോട്ടലാണ്. ചെറിയ ഹോട്ടലിൽ നല്ല ദോശ ഇതൊക്കെ കിട്ടും. നമുക്കിവിടെ ഒതുക്കാം. അവിടെ ഹോട്ടലുണ്ട്. ഇവിടെ ഈ സൈഡ് നേരത്തെ ഒതുക്കാം. കുഴിയാണല്ലോ അല്ലേ? സൈഡ് നോക്കി ഒതുക്കണം അല്ലേ? ഇവിടെ സ്ഥലം കുറവാണല്ലോ. അപ്പുറത്ത് ഒതുക്കാം. സൈഡ് എപ്പോഴും നോക്കണം, അല്ലെങ്കിൽ നമുക്കറിയാത്ത സ്ഥലമല്ലേ. അവിടെ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് പോയേ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വരാം. ഗ്ലാസ് എല്ലാം അടച്ചോ, ലോക്ക് ചെയ്തോ. നല്ല മിന്നലുണ്ടല്ലേ? ഓരോ വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ പോയിട്ട് പയ്യെ രാത്രി യാത്ര തുടങ്ങും. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ മനീഷും ആതിരയും ആന്ധ്രയിൽ പോകുന്ന വഴിക്ക് വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.